പല്ല് എങ്ങനെയാണ് കേടുവരുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങള് നമ്മളെ പല്ലില് എപ്പോഴും ഒട്ടിപ്പിടിക്കുകയും അതില് ബാക്ടീരിയകൾ വളരുകയും ഉമിനീരിന്റെയും കൂടി കണക്ഷനോട് അത് പല്ലിൽ ഒട്ടിപ്പിടിക്കുകയും കൂടി ചെയ്യും. നമ്മൾ ഉമിനീരിൽ ഒരുപാട് സാൾട്ടുകളുണ്ട്, നാല് ലവണങ്ങളുണ്ട്. ഈ ലവണങ്ങളെല്ലാം ഈ പ്ലാക്കിൽ ഒട്ടിപ്പിടിക്കുകയും അത് ബാക്ടീരിയാസിന് ഒരു വീടായിട്ട് മാറുകയും ചെയ്യും. അവരവിടെ ഇരുന്ന് വളരെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മധുരമുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ ജ്യൂസസ് ആയിക്കോട്ടെ, സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡുകളായിക്കോട്ടെ, എന്തായാലും ഈ ബാക്ടീരിയാസിന്റെ ഫുഡായിട്ട് മാറുന്നത് ഈ മധുരമുള്ള പലഹാരങ്ങളും കാര്യങ്ങളുമാണ്. അങ്ങനെ ഈ ബാക്ടീരിയാസ് കൂടുതൽ പെരുകാൻ തുടങ്ങും. അവരെന്ത് ചെയ്യും? ഈ മധുരമുള്ള ഫുഡുകൾ കഴിക്കുന്നതിന്റെ കൂടെ അവര് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഈ ആസിഡ് എന്ന് പറയുന്നത് നമ്മളുടെ വായിന്റെ pH ലെവലിനെ താഴോട്ട് കുറയ്ക്കും. ആ സമയത്ത് നമ്മൾ ഈ ആസിഡ്സ് നമ്മുടെ പല്ലിന്റെ ഇനാമൽ എന്നുള്ള ലെയറിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. അതായത് അതിന്റെ മിനറലൈസേഷനൊക്കെ, മിനറൽ ആയിട്ടുള്ള കാൽസ്യത്തിന്റെയും ഫോസ്ഫേറ്റ്, കാൽസ്യം ഒക്കെ കൂടിയതാണല്ലോ ഇനാമൽ എന്ന് പറയുന്നത്. അതെല്ലാം അതൊന്ന് നഷ്ടമായി അത് വീക്കാവാൻ തുടങ്ങും. അത് ചെറിയ ചെറിയ പോറുകളായിട്ടും ഒരു എക്സ്ട്രാ വൈറ്റ് കളറിലൊക്കെയാണ് ആദ്യം കാണാം. അതിനുശേഷം എന്താവും? അങ്ങനെ അവിടെ ഒരു വലിയ ഹോളായിട്ട് അത് മാറും. ഈ സമയത്ത് ഇനാമല് പൊട്ട് ക്യാവിറ്റി ഒരു ഹോളായിട്ട് മാറും. അതായത് ക്യാവിറ്റി എന്ന് പറയുന്നത് പല്ലിന് കേട് വന്നിട്ട് വരുന്ന ഒരു ഹോളിനെയാണ് നമ്മൾ പറയുന്നത്. ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് എന്ത്? ഫുഡ് അതിനകത്ത് കുടുങ്ങുന്നുണ്ടോ, ചെറുതായിട്ട് കഴിക്കുന്നൊക്കെ അതിൽ ഇങ്ങനെ കുടുങ്ങി പോകുന്നതായിട്ട് ഒരു ഫീല് നമുക്ക് വരും. രണ്ടാമത് ഇനാമലില് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് പോകുന്നത് എങ്ങോട്ടാണ്? അടുത്ത ലെയർ ആയിട്ടുള്ള ഡെന്റിനിലേക്കാണ്. ഇത് പോകുമ്പോൾ എന്താവും? നമുക്ക് സെൻസിറ്റിവിറ്റി ഫോം ചെയ്യാൻ തുടങ്ങും. അതായത് മധുരം കഴിക്കുമ്പോൾ പുളിപ്പുണ്ട് എന്ന് പറയുന്ന ഒരു ഫീല് വരുന്നുണ്ടെങ്കിൽ അത് കേട് ഡെന്റിൻ എന്നുള്ള ലെയറിലേക്ക് എത്തി. ഇനാമൽ കഴിഞ്ഞ് ഡെന്റിൽ എത്തി എന്ന് അറിയാം. അതിനുശേഷമാണ് നമുക്ക് പൾപ്പ് ഇൻഫെക്ഷൻസിലേക്ക് വരുന്നത്. പൾപ്പ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെന്റിൻ കഴിഞ്ഞ് ഇതിന്റെ താഴെയുള്ള ലെയറാണ് ഈ പൾപ്പ് എന്ന് പറയുന്നത്. പല്ലിന്റെ ജീവനാണ് പൾപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അതിലാണ് നമുക്ക് ബ്ലഡ് വെസൽസും നെർവ്സും എല്ലാം ഉള്ളത്. പല എല്ലാ സെൻസേഷനും അറിയുന്നത് പൾപ്പ് എന്നുള്ള കണ്ടീഷൻ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈ പൾപ്പിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് സിവിയർ പെയിൻ തുടങ്ങും, സഹിക്കാൻ പറ്റാത്ത പെയിൻ തുടങ്ങും. അപ്പോഴാണ് നിങ്ങൾ ഓടി മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്നത്. ഡെന്റിസ്റ്റിന്റെ അടുത്തല്ലല്ലോ, മെഡിക്കൽ ഷോപ്പിൽ പോയി നിങ്ങൾ എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കും, ഉപ്പുവെള്ളം, ഗ്രാമ്പു എല്ലാം പരീക്ഷിച്ചു നോക്കും. ഒടുവിൽ കഴിയില്ല എങ്കിൽ മാത്രമാണ് നിങ്ങൾ ഡെന്റിസ്റ്റിനെ സമീപിക്കുന്നത്, അല്ലെ? അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത്? സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. എങ്ങനെയാണ് ഇത്? കനാൽസിലെത്തി. കനാലിലാണ് പഴുപ്പുള്ളത്. ഈ കനാൽസിനുള്ളിൽ കൂടെ അടിയിലേക്ക്, എല്ലിന്റെ അടിയിലേക്ക് അത് പഴുപ്പായിട്ട് മാറും. ആ സമയത്ത് നമുക്കൊന്നും കടിക്കാൻ കഴിയില്ല. ആ പല്ലില് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അടിയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ കടിക്കാൻ കഴിയില്ല. അവിടെ കൂടുതൽ നീരൊക്കെ വെച്ച് തുടങ്ങും പതുക്കെ. ഈ നീര് ഇരുന്ന് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ എല്ലിന്റെ പുറത്തു കൂടി മോണയിലേക്ക് ഒരു തടിപ്പായിട്ടൊക്കെ കാണാൻ കഴിയും. ചിലർക്ക് അതിലെ പഴുപ്പ് പൊട്ടി ഒഴുകുന്നതായിട്ടും കാണാം. അപ്പം ഈ ഒരു ലെവലിലാണ് നമ്മളുടെ പല്ല് കേടാവുന്നത്. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സംഭവിക്കുന്നതല്ല. ഇത് അവരവരുടെ പല്ലിന്റെ സ്ട്രെങ്തിനനുസരിച്ചിട്ട് പെട്ടെന്നും പതുക്കെയും സംഭവിക്കും. എന്തായാലും മാസങ്ങൾ എടുത്തിട്ടാണ് ഇക്കാര്യങ്ങൾ നടക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതില് പഴുപ്പ് എത്തുന്ന സ്റ്റേജ് വരെ നിങ്ങൾക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. പഴുപ്പ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ റൂട്ട് കനാൽ ചെയ്തിട്ടാണ് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരിക. അപ്പം നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു അറിവിലൂടെയെങ്കിലും നിങ്ങളുടെ പല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക. എങ്ങനെയാണ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം? ബ്രഷ് ട്വൈസ് എ ഡേ വിത്ത് ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ്. നിങ്ങളുടെ പേസ്റ്റിൽ ഫ്ലൂറൈഡ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡെയിലി ക്ലീൻ ആക്കിയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണശേഷം വാ കഴുകുക. പിന്നെ ഷുഗറി ഫുഡ്സ് ഒക്കെ ഒന്ന് കുറയ്ക്കുക. ഒട്ടിപ്പിടിക്കുന്ന നേരം ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പൊ തന്നെ വായ ക്ലീൻ ആയിട്ട് വരും. പിന്നെ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുക. നിങ്ങളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും സപ്പോർട്ടുകൾ നിങ്ങളെ പല്ലിന് വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. Early care saves the teeth and smile എന്നാണ്. Don't wait for pain. Prevent today. Smile forever. Thank you.